ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം പ്രവചിച്ച ശബരിമലയിലെ 2014 ദേവപ്രശ്നം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു ദേവപ്രശ്നം. കൊടിമരം മാറ്റാൻ നിർദ്ദേശം നൽകിയത് ഈ ദേവപ്രശ്നത്തിലാണ്. 18-ാം പടിയുടെ സ്ഥാനവും അളവും മാറ്റരുത്. 18-ാം പടിയിൽ കൈവരി പണിയാമെന്നും ദേവപ്രശ്നത്തിൽ സൂചിപ്പിച്ചിരുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനന്തൻ, 2015 പ്രവചനം അച്ചട്ടാവുകയാണ്. ആര്യ, 2014 ജൂൺ 18 ബുധനാഴ്ചയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടത്തിയത്. ആ ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പിന്നീട് 2017 കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തിയത്. 2014 ഈ ദേവപ്രശ്നത്തെ തുടർന്നാണ് 2014 ഈ കൊടിമരം മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത്. ആ ദേവപ്രശ്നത്തിൽ തന്നെയാണ് ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജയിൽവാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. അത് ആ പ്രവചനം ഇങ്ങനെയാണ്: ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളതാണ് അന്ന് ദേവപ്രശ്നത്തിൽ പ്രവചിച്ചത്. 2014 ആ പ്രവചനം, അതായത് വ്യവഹാരം എന്ന് പറയുമ്പോൾ കേസ് കാര്യങ്ങളാണ്, മാനഭംഗം എന്ന് പറയുമ്പോൾ മാനഹാനിയാണ്, ജയിൽവാസം കാരാഗ്രഹത്തിൽ പോകണം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ 2025-26 സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഈ 2014 ദേവപ്രശ്നം നടത്തുമ്പോൾ ഉണ്ടായിരുന്നവരും അതിനുശേഷം വന്നവരും ശബരിമല ക്ഷേത്രവുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുമാണ് ഇപ്പോൾ ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾക്കൊക്കെ വിധേയമായിരിക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടും ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വേണ്ട ശ്രദ്ധയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജയിൽവാസം എന്നുള്ളത് വ്യക്തമാണ്. അതിനൊപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൽ കൊടിമരത്തിൻ്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്, ജീർണതാ ലക്ഷണവുമുണ്ട്. ആകയാൽ പൂർണ്ണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്ന് ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കൊടിമരം മാറ്റാനുള്ള തീരുമാനം ഒക്കെ എടുത്തത്. അത് 2014 ദേവസ്വം ബോർഡാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് പ്രയറിന് മുമ്പുള്ള ദേവസ്വം ബോർഡാണ്. അതിനൊപ്പം മാളികപ്പുറത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാതൃക സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് ദേവപ്രശ്നത്തിലുണ്ട്. അവിടെ വനഭൂമിക്ക് അല്ലെങ്കിൽ വനത്തിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താവൂ എന്ന് ഈ ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ശബരിമല ക്ഷേത്രത്തിലെ ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. 18-ാം പടിയുടെ സ്ഥാനം മാറ്റരുത്, വീതി കൂട്ടരുത്, അതിൻ്റെ അളവ് മാറ്റരുത്, പകരം പിടിച്ചു കയറാൻ വേണ്ടി ഒരു കൈവരി വേണമെങ്കിൽ നിർമ്മിക്കാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതിനൊപ്പം ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിൽ അശുദ്ധി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വിശദമായ ഒരു കുറിപ്പാണ്, 32 പേജുള്ളൊരു കുറിപ്പാണ് അന്ന് ഈ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അന്ന് ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, ഒപ്പം തന്നെ കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ, ഇവരുടെ നേതൃത്വത്തിലാണ്, ഈ ദൈവജ്ഞന്മാരുടെ നേതൃത്വത്തിലാണെന്ന് ദേവപ്രശ്നം നടത്തിയത്. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ച് പ്രവർത്തിക്കണം, ശ്രദ്ധിച്ച് പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ ജയിൽവാസം, വ്യവഹാരം, മാനഭംഗം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രവചിച്ചത്. ആ പ്രവചനം ഏതായാലും സത്യമായി 2025-26 ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാതെ പ്രവർത്തിച്ചവരും ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാൻ ശ്രമിച്ചവരും ഇപ്പോൾ അകത്തായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങി പഴയ കാര്യങ്ങളിലേക്ക് കൂടി ആചാരവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ വഴിപാടുകൾ, അതിന്റെ പണമിടപാടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ SITയുടെ അന്വേഷണം നീളുന്നുണ്ട്. അപ്പോൾ 2014 ഒക്കെ ഒരുപക്ഷെ നീങ്ങിയേക്കും. അപ്പോൾ ദേവപ്രശ്നം ശരിക്കും അന്ന് അതിലെ ചില വാചകങ്ങളൊക്കെ ഇന്ന് വസ്തുതയായി മാറുകയാണ്. തീർച്ചയായിട്ടും അന്ന് കാരണം ഒരുപക്ഷെ ശബരിമലയിൽ 2014 ഒക്കെ ഈ പല രീതിയിലുള്ള അഴിമതികളിലും ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാ കാലത്തും ശബരിമലയിലെ പല പ്രവർത്തനങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ തന്നെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളൊക്കെ. അപ്പോൾ ഏതായാലും ആ ദേവപ്രശ്നത്തിൽ ഈ കാര്യങ്ങളിലൊക്കെയുള്ള വ്യക്തതയൊക്കെയാണ് അവിടെ നടത്തേണ്ട ആചാരപരമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ ഈ കൊടിമരത്തിൻ്റെ കാര്യം, മണിമണ്ഡപത്തിൻ്റെ കാര്യം, മാളികപ്പുറത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ദേവപ്രശ്നം സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശബരിമലയിലും നടത്തിയത്. 2014 നടത്തിയ ഈ
ദേവപ്രശ്നത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാവറുടെ കാര്യത്തിൽ വാവർ സ്വാമി അവിടെ ഉണ്ട്, വാവർ സ്വാമിയെ പറ്റി ഒരു തർക്കമുണ്ടല്ലോ. അപ്പോൾ ഈ ദേവപ്രശ്നത്തിൽ കൃത്യമായി ഏതൊക്കെ ദേവതകളുടെ സാന്നിധ്യമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത് എന്ന് പറയുന്ന കൂട്ടത്തിൽ വാവർ സ്വാമിയുടെ ദേവതാ സാന്നിധ്യവും അവിടെ ഉണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേവപ്രശ്നം നിലനിൽക്കുമ്പോഴാണ് വാവർ സ്വാമിയുടെ കാര്യത്തിൽ ചില തർക്കങ്ങളൊക്കെ ചിലർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന് രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാം. ഏതായാലും വിശദമായ ഒരു ദേവപ്രശ്നമാണ് അന്ന് നടന്നത്. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞ നമുക്കിതിനകത്ത് ശ്രദ്ധേയമായി തോന്നുന്നതും കൗതുകകരമായി തോന്നുന്നതും ഈ ജയിൽവാസവും വ്യവഹാരവും കേസ് വിവരങ്ങളും ഒക്കെ അന്നത്തെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് യാദൃശ്ചികമായി ഏതായാലും 2025-ലും 2026-ലും ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലെ ഭാരവാഹികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുമൊക്കെ ഈ ശ്രദ്ധക്കുറവിൻ്റെയും ക്ഷേത്രം മുതൽ കൊള്ളയടിച്ചതിൻ്റെയൊക്കെ പേരിൽ ജയിലിലായിരിക്കുകയും ചെയ്യുന്നു. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.